അർജന്റീന vs ബ്രസീൽ മത്സരമാണല്ലോ നമ്മളെല്ലാവരും ഇനി അടുത്തതായിട്ട് ഇന്റർനാഷണൽ ബ്രേക്കിൽ ഫോളോ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്ന മത്സരം. അതിൻ്റെ കാരണം അവരുടെയൊക്കെ ഒരു ഫാൻ ബേസ് തന്നെയാണ് എന്നുള്ളതാണ്. അതിൽ പല പ്രത്യേകതകളും ഉള്ളൊരു മാച്ചാണ് ആ ഒരു ഗെയിം. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും ഓപ്പോസിറ്റായി വരുന്ന മത്സരം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത് നെയ്മർ ജൂനിയർ തിരിച്ചു വരുന്നു, മഞ്ഞക്കുപ്പായത്തിൽ തിരിച്ചു വന്നിട്ടുള്ള ഗെയിം. കൊളംബിയയുമായിട്ട് അതിൻ്റെ മുന്നേ മത്സരമുണ്ട് എങ്കിലും അർജന്റീനയുമായിട്ടൊരു മികച്ചൊരു മത്സരം കൂടി നെയ്മറിന് തിരിച്ചു വരവിലുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ചില വൈരികൾ തമ്മിലുള്ള മത്സരം അല്ലേ, അങ്ങനെ കുറച്ച് പ്രത്യേകത ആ ഒരു ഗെയിമിലുണ്ട്. ഇപ്പോൾ ഇതാ ആ ഒരു മത്സരത്തിൻ്റെ ചൂടുകൾ അങ്ങുമിങ്ങുമായിട്ട് കേട്ട് തുടങ്ങി. താരങ്ങൾക്കിടയിൽ തന്നെ സംസാരം തുടങ്ങിയിട്ടുണ്ട്. അതായത് അർജന്റീനൻ താരം മാക് അലിസ്റ്റർ ഇപ്പോൾ ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ആലിസൺ ബക്കറുമായിട്ട് അദ്ദേഹത്തിൻ്റെ സഹതാരത്തെ വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് മാക്സ് അലിസ്റ്റർ. അതായത് ആലിസൺ ബക്കർ ഈ അർജന്റീന vs ബ്രസീൽ മത്സരത്തിൽ ആലിസൺ ബക്കർ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചേർക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. തമാശ രൂപേണ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സഹതാരത്തെക്കുറിച്ച് ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞ കാര്യമാണ്. കാരണം നിലവിലെ ആലിസൻ്റെ ഫോം നമുക്കറിയാം. 29 ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ നേർക്ക് പായിച്ചപ്പോൾ പൊരുതി നിന്നുങ്ങാണ്ട് തൻ്റെ ടീമിന് വിജയം നേടിക്കൊടുത്തത് നമ്മൾ കണ്ടതാണ്. മാൻ ഓഫ് ദ മാച്ച് നേടിയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, തമാശ രൂപേണ പറഞ്ഞതാണ്, ആലിസൺ അർജന്റീനക്കെതിരെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേർക്കും. ഏതായാലും നല്ല ഒരു ക്വാളിറ്റി നിറഞ്ഞൊരു മത്സരം കൂടി നമുക്ക് 26-ാം തീയതി വരികയാണ് എന്നുള്ളതാണ്. ലയണൽ മെസ്സി നെയ്മർ ജൂനിയർ അവരുടെ സുഹൃത്ത് ബന്ധത്തിന് പുറമെ ചില വൈരികൾ തമ്മിൽ വരുന്ന ഒരു മത്സരം കൂടി നമുക്കൊരു മികച്ചൊരു ഗെയിം ഈ മാസം 26-ാം തീയതി കാണാൻ കാത്തിരിക്കാൻ നമുക്കൊരു നല്ലൊരു ഗെയിമിന് വേണ്ടിയിട്ട്